കർത്താവിൻ്റെ തിരുഹൃദയ സ്പന്ദനം അനുഭവിച്ചറിഞ്ഞ് 27 പ്രാർത്ഥനാ ദിനങ്ങൾ പിന്നിടുന്നു. കരുണയുള്ള ആ ദൈവം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സുദിനത്തിലും നമ്മെ മാറോടണയ്ക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. ഒരു വിശ്വസ്തനായ സ്നേഹിതനെപ്പോലെ നമ്മെ മാറോടണയ്ക്കാൻ. ഒരു ഉത്തമ സ്നേഹിതൻ തൻ്റെ സഖിയുടെ സകല ഭാഗ്യങ്ങളിലും സന്തോഷിക്കുകയും അവന് നേരിടുന്ന സകല സങ്കടങ്ങളിലും പീഡകളിലും അവനെപ്പോലെ തന്നെ ഖേദിക്കുകയും അവന് സകല ഞെരുക്കങ്ങളിലും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് തന്നെയല്ലേ നമ്മൾ അറിയുന്നത്. തൻ്റെ സ്നേഹിതന് ഏതെല്ലാം വിധത്തിലുള്ള ഭാഗ്യവും നന്മയും ബഹുമതിയും സിദ്ധിപ്പാൻ പാടുണ്ടോ ആയത് തനിക്ക് തന്നെ ലഭിക്കുന്നത് പോലെ വിചാരിക്കുകയും അവ അവന് സിദ്ധിക്കുന്നതിനായി പ്രയത്നിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ഏക സ്നേഹിതനാണ് കർത്താവായ ഈശോ മിശിഹ. കൃപ നിറഞ്ഞ ഈശോയെ, സകല സ്നേഹിതന്മാരിലും വെച്ച് ഉത്തമ സ്നേഹിത, സർവ നന്മകളുടെയും സമാധാനത്തിൻ്റെയും ഇരിപ്പിടമേ, കണ്ണുനീരുകളുടെ സ്ഥലമായിരിക്കുന്ന ഈ ലോകത്തിൽ മനുഷ്യർക്കുള്ള ഏക സങ്കേതമേ, പരീക്ഷകളിലും ഞെരുക്കങ്ങളിലും ഉൾപ്പെട്ടിരിക്കുന്നവരുടെ ആശ്വാസമേ, സകല ജനങ്ങളുടെയും പിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, പൂർണ്ണ ഹൃദയത്തോടുകൂടെ സ്നേഹിക്കുന്നു. ഹാ എൻ്റെ കർത്താവേ, ഇന്നാൾ വരെയും എൻ്റെ ആശ്വാസവും സ്നേഹവും ലോകസ്നേഹിതന്മാരിലും സൃഷ്ടികളിലും ഞാൻ വച്ചുപോയി എന്നത് വാസ്തവം തന്നെ. കൃപ നിറഞ്ഞ ഈശോയുടെ ദിവ്യഹൃദയമേ, ഇനിമേലിൽ എൻ്റെ സ്നേഹം മുഴുവനും എൻ്റെ ആശ്വാസവും ശരണവും അങ്ങേ പരിശുദ്ധ ഹൃദയത്തിലായിരിക്കുവാൻ അങ്ങ് തന്നെ എനിക്ക് കൃപ ചെയ്തരണമേ. ആമേൻ. പ്രാർത്ഥന. കർത്താവേ, അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരുളേണമേ. ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ. എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ. നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ. അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ, ദിവ്യഹൃദയത്തിൻ നാഥേ, ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു. ആമേൻ. ഉത്തമ സ്നേഹിതനും ആശ്രയവും ശരണവും സമസ്തവുമായ ഈശോയെ നമുക്ക് ആരാധിക്കാം, സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. ആ ദിവ്യഹൃദയത്തെ നമുക്ക് സ്വീകരിക്കാം. ക്രിസ്തു നമ്മെ അറിയുന്നു, ക്രിസ്തു നമ്മെ പേര് ചൊല്ലി വിളിക്കുന്നു. നാം നഷ്ടപ്പെടുമ്പോൾ നമ്മെ കണ്ടെത്തുന്നതുവരെ അവിടുന്ന് നമ്മെ അന്വേഷിച്ചു വരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നു, കണ്ടെടുക്കുവോളം നമ്മെ തേടി വരുന്ന നല്ല ഇടയനാണ് ക്രിസ്തു. ത്യാഗപൂർണമായ സ്നേഹം കൊണ്ടാണ് ക്രിസ്തു എന്ന ഇടയനെ ചിത്രീകരിച്ചിരിക്കുന്നത്. ആടുകളുടെ തലവനായിട്ടുമല്ല, മറിച്ച് സഹവർത്തിത്വത്തോടെ ആടുകളുടെ ഇടയിൽ ജീവിക്കുന്നവനായിട്ടാണ്, ആടുകൾക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത നല്ല ഇടയനാണ് ക്രിസ്തു എന്ന് മാർപ്പാപ്പ പറയുന്നു. പ്രിയമുള്ളവരെ, ഇന്നത്തെ ദിനവും നല്ലൊരു ദിനമാകട്ടെ എന്ന് സ്നേഹാശംസകളോടുകൂടി പ്രാർത്ഥനാപൂർവം ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.